പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീഡിയോയ്ക്ക് ഒത്തിരി പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ 31-ാം തീയതി നമ്മളിട്ട വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന ചില ബാഡ് കമൻറ്റ്സ്, ഒരാൾ നിരന്തരം ബാഡ് കമൻറ്റ് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ ആ വീഡിയോ മുൻപുള്ള വീഡിയോകൾ കാണാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് ജോമോളെ ഭയങ്കര ഇതായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അത്. ആ വീഡിയോ ഒരു ഹ്യൂമർ സെൻസിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യന് ഓർമ്മയുണ്ടല്ലോ, ഇല്ലെങ്കിലും വിവിധ ഭാവങ്ങളുണ്ട്. അതിലൊരു ഭാവമാണ് അത്. നമ്മളിവിടെ അമ്മയുടെ എല്ലാ ഭാവങ്ങളും തന്നെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും അമ്മ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നതായിട്ട് മാത്രം, ഞങ്ങൾ എന്തെങ്കിലും അമ്മയോട് ഇതായിട്ട് സംസാരിക്കുന്നതായിട്ട് മാത്രം കാണിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ്. അതൊരു ഹ്യൂമർ സെൻസിൽ മാത്രം എടുക്കുക, അതാണ് പറയാനുള്ളത്. അല്ല, നമ്മളതിനകത്ത് കൂടുതൽ വൈകാരികമായിട്ട് അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ വൈകാരികമാകേണ്ടത് ഞങ്ങളല്ലേ. എന്നെ പ്രത്യേകിച്ച് അമ്മ എന്നെ തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ ആരും തന്നെ തിരിച്ചറിയുന്നില്ല. വിവീനേനെയും ആണ് കൂടുതൽ തിരിച്ചറിയുന്നത്. ബാക്കി ആരും തന്നെ അമ്മ തിരിച്ചറിയുന്നില്ല. പിന്നെ സാബുനെ ഈ സമയത്ത് ഇപ്പോൾ അമ്മയ്ക്ക് തിരിച്ചറിവ് ഒത്തിരി കുറവുണ്ട്. അതുപോലെ പിന്നെ എൽസീനി ഇനി വന്നാൽ തിരിച്ചറിയോ എന്നറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതിൻ്റെ ഒരു പിന്നെ ഇങ്ങോട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകൾ മനസ്സിലാകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അമ്മയുടെ ദേഷ്യഭാവം. പക്ഷേ അതൊന്നും അമ്മയുടെ ആ ഒരു ടൈമിലെ ചില സമയങ്ങളിൽ അമ്മയ്ക്ക് അങ്ങനെ ദേഷ്യഭാവമൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്നും ഞങ്ങൾ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ അങ്ങ് വന്നപ്പോൾ അങ്ങ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഈ ബാഡ് കമൻറ്റ് ഇടുന്നൊരു പ്രത്യേകിച്ച് അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മോശം കമൻറ്റ് ഇടരുതെന്നല്ല ഞങ്ങൾ പറയുന്നത്. തെറ്റുണ്ട ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അതിനകത്തുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. അമ്മ ലൈറ്റിട്ട് ഇതെങ്ങനെ പറഞ്ഞങ്ങ് വന്നപ്പോഴത്തേനും അമ്മ അങ്ങോട്ട് ദേഷ്യത്തിലായിപ്പോയതാണ്. അത് ചില ദിവസങ്ങളിലൊക്കെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ എടുത്ത് കാണിക്കാത്തതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് അമ്മ ഒത്തിരി മെമ്മറിയിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നൊരു വീഡിയോ ആണിത്. പക്ഷേ കുറേ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ തമ്മിലതിൻ്റെ ഇട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു അറ്റം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തമ്പലൈനായിട്ട് കൊടുക്കുന്ന പിക്ചർ കണ്ടിട്ട് ഇച്ചിരി കണ്ടിട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതൽ ഇത് വീട്ടിൽ ഇരുന്നുള്ള സംസാരങ്ങളാണല്ലോ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒരു ബോറിംഗ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് നിർത്തുന്ന കാര്യമൊക്കെ എന്നാണ് സംസാരിച്ചത്. കാരണം എപ്പോഴും അമ്മേനെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാനൊന്നും പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. സാഹചര്യങ്ങൾ അനുസരിച്ചൊക്കെ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കി വേണം ചെയ്യാനായിട്ട്. അതുപോലെ അമ്മയുടെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന പോലും അമ്മയ്ക്കൊരു മൂഡൊക്കെ ഉണ്ട്. ആ മൂടുള്ള സമയത്ത് മാത്രം വിളിച്ചാലേ അമ്മേനെ കിട്ടത്തുള്ളൂ, അമ്മ സംസാരിക്കാൻ നിൽക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ വളരെ ഡിഫറൻ്റായ വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വീഡിയോയ്ക്കകത്ത് പിന്നെ അമ്മ ഒത്തിരി കാര്യങ്ങൾ പഴയ ഓർമ്മകളിലൂടെ എടുത്തു വരുന്ന കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒത്തിരി ഡിഫറൻ്റായിട്ട്. അത് നിങ്ങളെല്ലാവരും കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകരുത്. ഇത് കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടോ? കണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷം ചെയ്യാനായിട്ട് കൂടുതലായിട്ട്. എല്ലാവരും എല്ലാ വീഡിയോ തന്നെ കാണാൻ ശ്രമിക്കണം. ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ 1 വർഷം പഴയ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഏതാണ്ട് കുറച്ച് പേര് കണ്ടു. ആ അമ്മയുടെ ഒരു വേരിയേഷൻ. നിങ്ങളാരും പുറകോട്ട് പോയി വീഡിയോ കാണുന്നില്ല. ഈ അപ്പ് ചെയ്ത് വരുന്ന വീഡിയോ മാത്രമേ കാണൂ. പക്ഷേ അമ്മയുടെ അന്നത്തെ ആ രീതികളും ഇന്നത്തെ ആ രീതികളും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ എപ്പോഴും ഒരു വർഷത്തെ വീഡിയോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഓൾറെഡി അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അന്നേരത്തെ ഓരോ വർഷം അല്ല ഓരോ ഇതും ചെല്ലുന്നതനുസരിച്ച് ഉണ്ടായിരിക്കുന്ന ആ വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളാരും പുറകോട്ടുള്ള വീഡിയോ കണ്ടത് നോക്കുന്നില്ല. ഇപ്പോൾ 1 വർഷം മുമ്പത്തെ നമ്മുടെ വീഡിയോ നിങ്ങളാരും പുറകോട്ട് പോയി കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ഒരു വീഡിയോ വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ആ വീഡിയോ ഇട്ടത്. 2 പേര് പശുവൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ്. നമ്മൾ കണ്ടുപോകുന്ന ഒരു കഥ കണ്ടുപോകണമല്ലോ, അല്ലെ സീരിയൽ കണ്ടുപോകണതുകൊണ്ട് മാത്രമാണ്. ഇതിനകത്തുള്ള ആൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകളൊക്കെ എല്ലാം പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആദ്യം മുതലുള്ള വീഡിയോകൾ നമ്മുടെ മൈ മദേഴ്സ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കയറി ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കമൻ്റ് ഇടാനൊക്കെ വളരെ എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടുകൾ മുന്നോട്ട് ഞങ്ങൾക്ക് ഇനിയും വേണം. നമുക്ക് വീഡിയോയിലിട്ട് പോകാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ആദ്യം അവിടെ വെച്ച് തുണി പറക്കിയൊക്കെ മാറ്റിയിടാൻ പോയപ്പോഴത്തേക്കും കാറിങ്ങ വന്നപ്പോഴേ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ അറിയോന്നോ? അതിനാ ചോദ്യ പിന്നെ
അമ്മ അറിയോന്ന് ചോദിക്കാത്ത അതെ, എന്നെ അറിയില്ലേ? എത്ര വർഷമായി കാണാൻ തുടങ്ങി? ആ ഡയലോഗ് വേണ്ട. ഇപ്പം പറഞ്ഞ ഡയലോഗൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടതാ. അത് മാറ്റി ഇപ്പൊ അങ്ങോട്ട് പറയുവാണ്. അമ്മയുടെ ഡയലോഗൊക്കെ എല്ലാവർക്കും അമ്മ ഒന്നും സമ്മതിച്ചു തരികയില്ല. അമ്മയ്ക്ക് അറിയത്തില്ലെന്നുള്ള കാര്യം ഒന്നും അമ്മ സമ്മതിച്ചു തരികയില്ല. അമ്മയ്ക്ക് എല്ലാം അറിയാം, നമ്മക്കൊന്നും അറിയത്തില്ല. ഇവിടെ സ്ഥിരം വന്നവർക്കും സ്ഥിരം ഇരിക്കുന്നവർക്കല്ലാതല്ലോ പറഞ്ഞാൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അമ്മ ഇവിടെ സ്ഥിരം ഇരിക്കുന്നുമില്ല, അമ്മ ഇവിടുത്തെ ആളുമല്ല എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ആരാന്ന് അറിയത്തില്ല അല്ലേ? ആരാന്ന് അറിയത്തില്ല, ആരാണെന്ന് അറിയത്തില്ല. ഞാനോ? ഞാനേ. നീയോ? ആ, ആരാ? നല്ല സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം ഇവിടെ സ്ലീവാവരത്താ. ഇച്ചിരി തോറ്റിട്ടുണ്ട്. സ്ലീവാവരത്ത്. ആര് ജോലിയുണ്ടോ? പ്രത്യേക ജോലിയൊന്നുമില്ല. വീട് എവിടെയാ? വീട് ഇവിടെ ഓമല്ലൂര്. ഓമല്ലൂര് സ്ലീവാവരത്ത്. ഓമല്ലൂരോ? ആ അവിടെയാ. ആ, അറിയോ? ഇല്ലേ? നമ്മളായിട്ടൊരു പരിചയമില്ല. പിന്നെ എൻ്റെ അമ്മ പോന്നിട്ടുമില്ല വന്നിട്ട്. സ്ലീവാവരത്താണെങ്കിൽ അറിയോ അമ്മ? ഓമല്ലൂരാണെങ്കിൽ പിന്നെ അറിയാലെന്ന് വിചാരിക്കാം, പോട്ടെ. സ്ലീവാവരത്താണെങ്കിൽ അമ്മ അറിയോ? സ്ലീവാവരത്ത് അറിയോ അല്ലേ? ഇവിടെയൊക്കെയാണെ അറിയും. ആ, ഇവിടെയൊക്കെയാണെങ്കിൽ അറിയോ. ഓമല്ലൂരായതുകൊണ്ട് അത്ര അറിയില്ല. പിന്നെ വന്നിട്ടുണ്ടെങ്കിലും എന്നാൽ ആ സമയത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ? എലിക്കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചിന്റെ വീട് വീട് എവിടെയാ? വീട് ഓമല്ലൂരാന്നേ. സ്ലീവാവരത്ത്. സ്ലീവാവരത്ത്. തിരുവാവൂർത്ത്. ആ, അമ്മയ്ക്ക് അവിടെ വല്ലവരും പരിചയമുള്ളവർ വല്ലവരും ഉണ്ടോ സ്ലീവാവരത്ത്? തിരുവാവൂർത്ത് ശ്രീരാവൂരും പള്ളിയിൽ എന്നവർക്ക് ആയിട്ട് പരിചയമുണ്ട്. അപ്പൊ ഇതിനെ സ്ലീവാവരം പള്ളിയിലൊന്നും വെച്ച് കണ്ടിട്ടില്ലല്ലേ? അതിപ്പം വരാൻ അവർക്ക് നേരം ഉണ്ടെങ്കിൽ പള്ളി വരുള്ളൂ അല്ലേ? പള്ളിയിൽ വരാൻ നേരം ഒന്നും ഇല്ലാത്ത ആളാണ്. ഓരോ ജോലിയൊക്കെ പോയി പുറത്താണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റും. ആ. എലിക്കുട്ടമ്മയുടെ വീട് ഏതാ? സ്ലീവാവരത്തല്ലേ? എലിക്കുട്ടമ്മയുടെ വീട് എവിടെയാ? എവിടെയാ? എവിടെയാ വീട് എലിക്കുട്ടമ്മയുടെ? ശ്രീരാവൂരം. ആണോ? ഇവിടെയല്ലേ? എവിടെ? എലിക്കുട്ടിയമ്മയുടെ വീട് എവിടെയാന്നാ ചോദിച്ചേ? എലിക്കുട്ടിയമ്മയുടെ വീട് എവിടെയാന്നാ ചോദിച്ചേ? കുട്ടിയമ്മയുടെ. ആ, എലിക്കുട്ടിയുടെ. അമ്മയുടെ വീട് എവിടെയാന്ന്? അമ്മയുടെ വീട് എവിടെയാന്ന്? എൻ്റെ വീട് ഇവിടെ ഇവിടുന്ന് കൊച്ചിനെ പോയാൽ മതി. സ്ലീവാവരത്ത് തന്നെയാ? സ്ലീവാവരത്ത് തന്നെയാണോ? ശ്രീരാവൂരത്താ. ആണോ? വീട്ടുപേരെന്നാ? വീട്ടുപേര് പറഞ്ഞാൽ ചിലപ്പോ അറിയുമായിരിക്കും. പള്ളി അതൊക്കെ ഞങ്ങളുടെ പള്ളിയൊക്കെ ഞങ്ങളുടെ വിറ്റത്തല്ലേ? ഒരു കുരിശുപള്ളി ഉള്ളതല്ലേ? യൂദാസ് ലീഗയുടെ കുരിശുപള്ളി. യൂദാസ് ലീഗയുടെ. അമ്മ എന്നും തിരികെത്തിക്കാൻ പോണതല്ലായിരുന്നോ അവിടെ? പണ്ട് എല്ലാ ദിവസവും തിരികെത്തിക്കാൻ പോയില്ലായിരുന്നോ? പിന്നെ ഇപ്പോഴാണ് പോയി അല്ലാണ്ടായത്. എന്നും ഒരു തിരിയായിട്ട് പോയി കത്തിക്കും. ആ തിരി എങ്ങനെയാ അമ്മ മേടിക്കുന്നത്? കോഴീനെ വളർത്തി മുട്ട വിറ്റിട്ട് തിരി മേടിക്കും. ആ തിരി കൊണ്ടേ അവിടെ കൊണ്ടേ കത്തിക്കും. എന്നിട്ട് ഇച്ചിരി നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങ് പോരും അല്ലേ? വീട്ടുപേരനാ? സ്ലീവാവരത്തെ വീട്ടുപേരനാ? നമ്മുടെ വീട്ടുപേര്? വീട്ടുപേരോ? അതൊക്കെ അരയത്ത് പുത്തമ്പരെ. അരയത്ത് പുത്തമ്പര ഇവിടെയല്ല, പോയി. അല്ല, സ്ലീവാവരത്ത് അരയത്ത് പുത്തമ്പര അല്ലല്ലോ. അല്ല. പിന്നെ എന്താ അമ്മ തന്നെ പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, അത് ഇവിടെയല്ല. അതല്ലെങ്കിൽ വേറെ ഉണ്ടായിരിക്കും. വേറെ ഉണ്ട്. ഞാറുകുളം ആണോ? ഞാറുകുളമാണോ? കുതിരക്കട്ട. കുതിരക്കട്ടയാണോ? ആയിരിക്കും. ആ, ഇതിപ്പോ സ്ഥിരം പറയാത്തോണ്ട് എനിക്കത് സ്ഥിരം എന്നിവിടെ പറയും കേട്ടോ. പക്ഷെ മറ്റുള്ളവർക്ക് ബോറടിക്കുമെന്ന് അറിയത്തില്ല. അത്യാവശ്യ സമയത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലാതെ പറയാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയുന്നുണ്ട്. ഞാറുകുളമായിട്ട് ഇടപെട്ട് പോയെങ്കിലേ ഉള്ളൂ അതൊക്കെ ശരിക്കറിയാം. സ്ഥിരം ഞാറുകുളവുമായിട്ട് ഇടപെട്ട് പോണത്. സ്ഥിരം ഞാറുകുളമായിട്ട് ഇടപെട്ടാ പോണത്. ഞാറുകുളം ആയിട്ട് ഇടപെട്ടാ എന്നും പോണത്. ഇവിടെയോ? ഞാറുകുളംകാരാ? ഇല്ലായിരിക്കും. അയ്യോ, കൊറേ ഉണ്ട്. ഞാറുകുളംകാരുടെ കളി അവിടെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. ഈ ഒരു വാർഡ് മുഴുവൻ ഞാറുകുളമാ. ഞാറുകുളംകാരെന്നാ കാണിച്ചു? ഞാൻ പറയാം തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. ഈ ഒരു വാർഡില്ലേ, ഈ ഒരു വാർഡ് മുഴുവൻ ഞാറുകുളംകാരാന്നാ പറഞ്ഞത്. എങ്ങനെയാണോ? ആ, ഞാറുകുളംകാരൻ ആ ആയിരിക്കും. അങ്ങനെയല്ലേ ഓരോ
പഴക്കം ചെന്ന വീടാകുമ്പോൾ എലിക്കുട്ടിയമ്മ എന്നെ കണ്ടിട്ടില്ലല്ലേ? ഒത്തിരി ദീർഘമായ അവധിയും അതായത് കാലങ്ങളെന്ന് പറഞ്ഞ് മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജാതിയോ മതമോ മറ്റൊന്നുമില്ലാതെ ജീവിക്കുന്നവരാണ് എല്ലാവരും പറ്റുമല്ല. അപ്പം അങ്ങനെയുള്ളവരാകുമ്പം എല്ലാ മനുഷ്യരെ എന്നും അറിയാൻ പറ്റും. എല്ലാവരോടും സ്നേഹമാണ്. വരും കൊടുക്കുകയോ മേടിക്കുകയോ വിളിക്കുകയോ എന്നെ ചെയ്യണമെങ്കിലും സ്വന്തം സഹോദരങ്ങളെപ്പോലെ ചെയ്യും. അങ്ങനെയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിലുള്ള നമുക്ക് ശരിക്കും മനുഷ്യരെ മനസ്സിലാക്കാനും അറിയാനും അവരെ വിളിക്കാനും പറയാനും അത്യാവശ്യം വരവും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ പറ്റുമോ. ഞാറുകുളംകാരുടെ കാര്യമാണോ അമ്മ ഈ പറയുന്നേ? പിന്നെ ആണല്ലേ. എന്നെ അറിയല്ലേ? എന്നെ മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലെന്ന്. സംസാരിക്കാൻ മനസ്സിലായില്ലെന്ന്. അറിയത്തില്ലേന്ന്. ഞാറുകുളം ഇതിനെ ഈ ഇരിക്കുന്ന മനുഷ്യനെ അറിയാം. ഞാൻ ഞാറുകുളത്തേലെയാ. കൊച്ചിനെ അറിയാം. ഞാൻ ഞാറുകുളത്തേലെയാ. കൊച്ചിനെ അറിയാം. പക്ഷെ കൊച്ചു താമസിക്കാൻ വീടും സ്ഥലമൊന്നും അറിയത്തില്ല. ഇല്ലല്ലേ? ഞാൻ ഞാറുകുളത്തേലെയാ. ആണോ? ആ. ഇന്ന് കൊച്ചൊക്കെ ആയല്ലോ. എവിടെയാ? ഞാൻ ഞാറുകുളത്തേലെ ഉദരക്കട്ടയിലെയാ. ഞാറുകുളം ഉദരക്കട്ടയെന്ന് കേട്ടിട്ടുണ്ടോ? അവിടെയാണോ? ആ. ഉദരക്കട്ടയിലെ അവതക്കൊച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ഉദരക്കട്ടെ അവതക്കൊച്ച്. അതൊക്കെ കൊച്ചിനാ. ആ. അവതക്കൊച്ച്. അവതൊക്കെ അമ്മയുടെ കെട്ടിയോനാണ്. തൊട്ട് കളിക്കാൻ പോകും. വലിയ എൻ്റെ പേര് അവതക്കൊച്ചെന്നാ. ആ. അവതക്കൊച്ചിൻ്റെ മകനാ ഞാൻ. അവതക്കൊച്ചിൻ്റെ മകനാ. ഞാൻ അവതക്കൊച്ചിൻ്റെ മകനാന്നേ. ആരുടെ? അവതക്കൊച്ചിൻ്റെ. ആണോ? ആ. നീയാ? ആ. എന്നെ ഒരു ഉറപ്പില്ലേ? അന്നെന്ന് പറയുമ്പം അവരൊക്കെ അവിടെ താമസിക്കുമ്പോൾ നിങ്ങളൊക്കെ തീരെ ചെറുപ്പം. നിന്റെ കല്യാണം നിന്റെ പപ്പ കല്യാണം കഴിച്ചായിരുന്നു. പിന്നെ കല്യാണം കഴിക്കാതെ കൊച്ചുങ്ങളുണ്ടാവുമോ? അവിടെ അവരവിടെ താമസിക്കുമ്പോഴോ? പിന്നെ കല്യാണം കഴിക്കാതെ പിള്ളേരുണ്ടാവുമേ? അന്ന് മുതലാണോ നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുപ്പായത്? ആയിട്ട് അല്ല അങ്ങനെ ആണെങ്കിലും അടുക്കോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമില്ല. എല്ലാം ഒരു ദിവസം 2 ദിവസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ഞാറുകുളത്തിലെ അവതക്കൊച്ചിൻ്റെ മകനാന്നാ പറഞ്ഞത്. അവതക്കൊച്ചിന്റെ എലിക്കുട്ടിയുടെ മകനാ. കേട്ടോ? എലിക്കുട്ടിയുടെ ആണെന്ന് പറയാൻ വേണ്ടിയല്ലേ? എലിക്കുട്ടി ഓർത്ത് പറയുമെന്ന് അറിയാൻ വേണ്ടി. അത് പറയും തോന്നുന്നില്ല. അത് പറയുമില്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. എലിക്കുട്ടി ചോർത്ത് പറയുമില്ലെന്ന് അറിയാൻ വേണ്ടി. അവതക്കൊച്ചിൻ്റെ എത്ര മക്കളാണെന്നറിയാവോ? അവതക്കൊച്ചിന് എത്ര മക്കളാണെന്നറിയാവോ? അറിയാന്നോ? എത്ര മക്കളുണ്ടെന്ന് അവതക്കൊച്ചിന് ഓർക്കുന്നുണ്ടോ? എത്ര മക്കളോ? ആ. ആർക്കാ? അവതക്കൊച്ചിന്. ഇതിനകത്തൊന്നുമില്ലല്ലോ. 2 3 ഉള്ളൂ. അത്രേ ഉള്ളോ? പറഞ്ഞു പോയല്ലോ. എത്ര മക്കളേ ഉള്ളൂ? മക്കളുണ്ടതാണല്ലോ. പെണ്ണുങ്ങൾ അങ്ങനെയുണ്ട്. ഒരു പെങ്കച്ചും ഉള്ളു. 2 ആൺകൊച്ചുങ്ങളും ഉള്ളു. ആങ്ങളെ കൊച്ചുങ്ങൾ എത്രയാണാ? ആൺകൊച്ചുങ്ങൾ എത്ര പേരാ? ആരാ? ആൺകൊച്ചുങ്ങൾ? ആൺകൊച്ചു 4 പേരുണ്ട്. ആണോ? 5 പേരുണ്ടോ? 5 പേരുണ്ട്. അന്നത്തെ കാലം കൊറേ മക്കളുണ്ടാവും അല്ലേ? കൊറേ മക്കളങ്ങുണ്ടാവും. മക്കളുണ്ടാവുന്നല്ല. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കർശനമായിട്ട് കൊടുത്തില്ലല്ലോ. സ്വാതന്ത്ര്യമായിട്ട്. എത്ര പിള്ളേർ വേണമല്ലോ ഉണ്ടാകും. കുഴപ്പമൊന്നുമില്ല. ഏതാണ്ട് അന്നുള്ള ഒരു മനുഷ്യർ ഇന്നും എത്ര നല്ലതായിട്ടാണ് ജീവിക്കുന്നത്. അതാണല്ലോ മക്കളൊക്കെ കുറഞ്ഞു പോയപ്പോഴേ പ്രശ്നമായത്. എല്ലാത്തിനും ഒത്തിരി മനുഷ്യരുമായിട്ട് ഇടപോക്കില്ല. പുറത്തിറക്കിയല്ല. അങ്ങനെയൊക്കെ വെച്ച് 2 ഒന്നും 2 പുറത്തിറക്കിയല്ല. പേടിയാ. കടിക്കുവോ പേൻ കടിക്കുവോ വെച്ചോണ്ടിരിക്കുള്ളൂ. അങ്ങനെ ആയി കഴിയുമ്പോഴുള്ളല്ലോ അവർ സ്വഭാവം തന്നെ തീരെ ചീത്തയാവുകയാണ്. ഒന്നും ചുവായിയപ്പോ ഒന്നും അറിയത്തില്ല. അതിങ്ങനെ ആയിരുന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാതെ അറിയാൻ പറ്റും. ജനങ്ങളുമായിട്ട് സമൂഹമായിട്ട് ഇടപെടുന്നുണ്ടോ അല്ലേ? നമ്മള് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ മക്കളെയൊക്കെ ഓരോന്നും കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ചെന്നെങ്കിൽ അവർക്ക് എല്ലാം അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്വന്തപ്പെട്ടവരും അയലോക്കക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതെ അതെ, അതൊക്കെ കറക്റ്റാ. അല്ലാതെ അതൊക്കെ അറിയാത്തില്ലേ അവരാരാ എന്താ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്കതൊരു വിഷമമായിരിക്കും. അതെ, ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അറിയത്തില്ലെന്നേ. ജാതി എന്നായാലും മതം എന്നായാലും ഒന്നും നോക്കണ്ട, മനുഷ്യനാന്ന് നോക്കണം. മനുഷ്യനെ പരിപാലിക്കണം. സഹോദരങ്ങളുടെ മക്കളെ പോലും അറിയത്തില്ലാത്ത അവസ്ഥ ഇപ്പം. സഹോദരങ്ങളുടെ മക്കളെ പോലും അറിയാൻ മേലെന്നേ.
സഹോദരങ്ങളുടെ മക്കളെ പോലും അറിയാൻ മേല. യോമന്മാര് തല കാണിക്കും ഇങ്ങോട്ട്, അമ്മയ്ക്ക് തല കാണാൻ പറ്റുന്നില്ല. സഹോദരങ്ങളുടെ മക്കളെ പോലും ഒന്നും അറിയാൻ മേലെന്ന്. സഹോദരങ്ങളുടെ മക്കളെ പോലും അറിയത്തില്ലെന്ന് പിള്ളേർക്കേ, തമ്മിലേ. എനിക്ക് മനസ്സിലായില്ല. ആരെയൊന്നും അറിയത്തില്ലെന്ന് ഇപ്പൊ ആൾക്കാരെയൊക്കെ അറിയത്തില്ലെന്ന് ആ പിള്ളേർക്കേ. അതറിയത്തില്ല. ഒരു തലമുറ കഴിഞ്ഞാൽ പിന്നെ വിഷമാ എല്ലാരും അറിയാനും. കഞ്ഞിയെ കുടിച്ചു വന്നിരുന്നത് കഞ്ഞി കുടിച്ചോ? മീനില്ലാത്ത ഇച്ചിരി കുറവുണ്ടായിരുന്നു കേട്ടോ. ആണോ? പിന്നെ മോരുള്ളതുകൊണ്ട് പിടിച്ചു നിന്നു. പിന്നെ വൈരാഗ്യമായി പിണക്കായി നിസ്സാര ഒരു കാര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് വലുതാക്കി അങ്ങനെയൊക്കെ പല പല കുഴപ്പങ്ങളുണ്ടാകും. അതാണ് കുടുംബത്തിലുള്ള മനുഷ്യരുടെ കുഴപ്പമാണ്. അപ്പം പിള്ളേരായാലും ഒക്കെ അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുക്കാത്തോണ്ടല്ലേ? അതെ, പിള്ളേരെ പുറത്തിറക്കി പഠിപ്പിക്കണം. പിള്ളേരെന്തെങ്കിലും കുറ്റക്കാരി കാണിച്ച് പിള്ളേർ വലിയൊക്കെ അല്ലെ പുറത്തുനിന്നും എന്തോക്കോ ഒക്കെ അത് വഴി വെച്ച് കഴിയുമ്പോൾ അതൊക്കെ ദോഷമായിട്ടില്ല. അങ്ങനെയൊക്കെ അന്നത്തെ കാലം. അമ്മയുടെ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എലിക്കുട്ടി അമ്മയുടെ പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അതുങ്ങൾ എന്തോരം വന്നേച്ച് അവരെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വിടണം. എനിക്ക് ഭക്ഷണം കഴിക്കണം തലവേറ്റാതെ അത് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാ. അതൊക്കെ വടക്കോട്ടേ ഉള്ളൂ. തെക്കോട്ട് ഇപ്പം അതൊന്നും ഇല്ല. അതേ സമയത്ത് തെക്കോട്ട് വരും തോറും ഇല്ല. ഒന്നുമില്ല. തൃശ്ശൂർ കഴിഞ്ഞ് അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇല വീടി ചെന്നാലും ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടില്ല. അങ്ങോട്ട് തിരുവനന്തപുരം പോണ അനുസരിച്ച് കുറഞ്ഞു വരുവാണ്. അന്ന് ഇന്നോരൊക്കെ കൊടുക്കാവോന്നോ സ്വന്തപ്പെട്ടതൊന്നോ ഇങ്ങനെയൊന്നുമില്ല. ആർക്കാണേലും എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കൊടുക്കും. അതെല്ലാവരും മനുഷ്യരാണ്. പിന്നെ അത് തന്നെ. അപ്പോൾ എലിക്കുട്ടിയമ്മ എന്നെ അങ്ങനെ കൊടുത്തെങ്കിലേ ഉള്ളൂ രക്ഷപ്പെടുള്ളൂ. അവരിൽ നിന്നായാലും നമുക്കൊരു സ്നേഹവും സന്തോഷവും വിളിയും പച്ചലൊക്കെ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഇപ്പം എലിക്കുട്ടിയമ്മയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല. എന്നെ മനസ്സിലാകുന്നില്ല. അതെ, എന്നെ മനസ്സിലാകുന്നില്ല. തിരിയുന്നുമില്ല. നിന്നെയാ മനസ്സിലായോന്നു? അതിന് നിന്നെ മനസ്സിലാവട്ടെ. ഞാനാ ഏതാ പേരൊന്ന് പറഞ്ഞേ കേക്കട്ടെ. നീ എവിടുന്നോ? ഏത് വീട് എവിടെയാ? വീട് സ്ലീവാപുരത്താന്നേ. സ്ലീവാപുരത്താന്നേ. എവിടെയാ? സ്ലീവാപുരം. എവിടെയാണ്? ഇവിടെ അടുത്തല്ലേ? ഇത് അവിടെ ഒന്നും ഇല്ലല്ലോ. ഞാറുകുളം ഉതിരക്കട്ടെ എലിക്കുട്ടിയുടെ മകനാ. ഇപ്പൊ എല്ലാം മുത്തപ്പന്റെ അടുത്തുള്ളവരാ. അടുത്തല്ല, എലിക്കുട്ടിയുടെ സ്വന്തമാ. സ്വന്തം ഇത് എനിക്കറിയത്തില്ല. എനിക്ക് ഓർമ്മയില്ലല്ലോ. അത് പറഞ്ഞ് രക്ഷപ്പെട്ടോ അങ്ങോട്ട്. എന്നാ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറയും. എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാനൊക്കെ എന്നെ ഓർമ്മയുണ്ടോ? എന്നെ ഓർമ്മയുണ്ടോ? എന്നെ അറിയാവോ? ഓർമ്മ ഇവിടെ വരാനും പോകാൻ തുടങ്ങിയ പിന്നെ എന്നെ അങ്ങനെ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ഇവിടെ ഉള്ളതല്ലേ. ആരെങ്കിലും കണ്ടുപിടിക്കും. പിന്നെ പലരും പല സ്ഥലത്തുനിന്ന് ഓരോ സാധനം മേടിക്കാനും എടുക്കാനും കൊടുക്കാനും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ അങ്ങ് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഏതാ എന്താന്നൊക്കെ ചോദിച്ചോണ്ട് കുറേ ആരാ നടക്കണം. എന്നെ അറിയത്തില്ല. ആരും ശരിയാ, എന്നെ അറിയത്തില്ല. അത്യാവശ്യത്തിന് വന്ന് ചോദിക്കുമ്പോൾ ഉള്ളതനുസരിച്ച് പോകും. എലിക്കുട്ടിയമ്മേ 4, 5 ഒക്കെ പോകും. എന്നെ അറിയാവോ? ഒരു കുഞ്ഞു വണ്ടി. എന്നെ അറിയാവോ? എന്നെ അറിയാവോ? നിന്നെയോ? ഇന്ന് നിന്നെ കണ്ടപ്പം മുതൽ അറിയത്തില്ല. കണ്ടപ്പം മുതൽ അങ്ങനെ അറിയാന്ന് പറഞ്ഞ ആരാന്ന് പറ. ആരാന്നോ? നീ ഒരു സഹോദരി. ചുമ്മാ നമ്പറൊക്കെ ഇട്ടോ. ആരുടെ സഹോദരിയാ? അമ്മയുടെ സഹോദരി, ചേച്ചി. എന്റെ സഹോദരി. അമ്മയുടെ സഹോദരി ചേച്ചിയാണ്. അനിയത്തിമാരും അവരുടെ മക്കളും അവരെ പോലെയൊക്കെ അല്ലേ? അവരെ പോലെ ഇല്ലാതെ പിന്നെ അവരെ പോലെ ഒരാളാടി. ഇടയ്ക്ക് വിളിക്കുന്നു രാത്രിയിൽ. ചേച്ചി ഏട്ടേ, ചേച്ചി ഉറങ്ങിയോ? ചേച്ചി ഉറങ്ങാൻ പാ ചേച്ചി. അപ്പം എല്ലാവരും നമുക്ക് ബന്ധപ്പെട്ടവരും സ്വന്തപ്പെട്ടവരും. പിന്നെ അമ്മ ആരെങ്കിലും അറിയുന്നതുണ്ടോ? അങ്ങനെ ലോകത്തിൽ മനുഷ്യരായി ആയാൽ പിന്നെ മനുഷ്യർക്ക് ആരെങ്കിലും ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും ഓരോരുത്തരുടെ സഹായം കരുണയൊക്കെ വേണം. അറിഞ്ഞില്ലേലും സഹായിക്കണം. അമ്മ പറഞ്ഞത്
ആളെ അറിയാൻ മേലേലും സഹായിക്കണം. സഹായിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. അങ്ങനെ വേണമെന്നാണ് പറയണേ. അറിയാൻ മേലേലും ഞങ്ങള് സഹായിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. നിലനിൽക്കണമെങ്കിലും അങ്ങനെ ഒക്കെ വേണം. എല്ലാവരുമായിട്ട് സ്നേഹിച്ചും കൊടുത്തും പെറുക്കിയും സഹായിക്കാനുള്ള സഹായിച്ചും മേലാത്തവരെ രക്ഷപ്പെടുത്തി ഇതൊക്കെ അങ്ങനെ ഒത്തിരി പേര് പൈസയൊക്കെ മുടക്കി കൊടുത്തു ഒത്തിരി പേര് രക്ഷപ്പെടുത്തി ചികിത്സിച്ച് ഒക്കെ ചെയ്യും അന്നത്തെ കാലം. പ്രായം ചെന്നവരെ അല്ലാത്തവരെ. ഇപ്പം അതൊന്നും അങ്ങനെയൊന്നുമില്ല. ഏലിക്കുട്ടിക്ക് ഇതൊക്കെ നടക്കുന്നുണ്ടോ? ഏലിക്കുട്ടി അമ്മയ്ക്ക് ഇതൊക്കെ നടക്കുന്നുണ്ടോ? എന്നാ നടക്കണം? സഹായിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? എനിക്ക് പറ്റും. ഇപ്പൊ പൈസയ്ക്ക് പണിയുണ്ടോ? പൈസ എന്തിനാ? അമ്മയുടെ കാര്യങ്ങൾ നടന്നു കിട്ടിയാ പോരാ. അമ്മ പൈസയ്ക്ക് വർഷം ഉണ്ടായിരുന്ന അവസരത്തിൽ ഞാൻ എന്നാ ചെയ്യാവുന്ന പോലെയൊക്കെ ഓരോരുത്തർക്കും ചെയ്തോളാം. സഹായിക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞ. അമ്മ സഹായിക്കണ കാര്യമല്ല പറഞ്ഞത്. അമ്മേനെ ഇങ്ങനെ സഹായിക്കുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ആരാ? അമ്മേനെ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നുണ്ടോ? മക്കളാവോ എല്ലാവരും ഒക്കെ സഹായിക്കുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അമ്മയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടോന്നാ ചോദിച്ചത്. മക്കൾ വെച്ച് ചെയ്യുന്നത് ആണോ? അതെ, മക്കൾ ചെയ്യുന്നതിന് എന്നാ കുഴപ്പം? ഇപ്പം വീട്ടിൽ കാര്യമായിട്ട് നോക്കുന്നതൊക്കെ മക്കളല്ല. അല്ല അപ്പനും അമ്മയും ആരും അല്ലല്ലോ. അല്ലല്ലോ. ഏത് മകനായിരിക്കും? ഏത് മകനാ വീട്ടിലുള്ളത്? വീട്ടിൽ ഒരു മകനല്ല, 2-3 പേരുണ്ട്. ഇത് മൂത്ത മകൻ്റെ അവിടെ സ്ഥിരം ഇല്ലാതെ ഉള്ളു. അവൻ പുറത്താ. ഓ, ഓർമ്മയുണ്ട്. ചോമി. പേര് വരാൻ പറഞ്ഞു. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവരോ? അവന് 2-3 പിള്ളേരും ഉണ്ട്. അവരെവിടെയാ? പുറത്ത് എവിടെയാ? ഏത് രാജ്യത്താ? ഏത് രാജ്യത്താ അവര്? ഏത് രാജ്യത്താണ് ഇപ്പം എനിക്കും അറിയത്തില്ല. കുറച്ച് നാളായി 2ാമത്തെ പോക്കിന് പോയിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ നിന്നിട്ടുമില്ല. ഒന്നും അറിയത്തില്ല. ആണോ? 2ാമത്തെ പോക്കിന് ഒത്തിരി തവണ പോയി വന്നു. ഇങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനുഷ്യരെ അറിയത്തില്ല, സ്ഥിരവും അറിയത്തില്ല, ഒന്നുമില്ല. നമ്മുടെ മക്കളെ പോലും തിരിച്ചറിയാൻ അറിയാൻ പറ്റുന്നില്ല. ഒത്തിരി നാൾ കൂടെ കാണുന്നോണ്ടല്ലേ അത് മാറ്റം കൂടെ നിന്നിട്ട് അറിയുന്നില്ല. പിന്നെയാ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും. അതൊക്കെ വരും. കൂടെ നിന്നിട്ട് അറിയുന്നില്ല, അപ്പോഴാ അകലെയുള്ളവരെ അറിയുന്നല്ലേ. അപ്പം ബാക്കി ഏത് മക്കളൊക്കെ എലിക്കുട്ടിയുടെ കൂടെ ഉള്ളത്? ഇപ്പോഴേ എലിക്കുട്ടിയുടെ ഇങ്ങനെ വന്നിട്ടുള്ളവരൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എല്ലാം വിട്ടുകൊടുക്കാനായിട്ട് സമ്മതിക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? വല്ലപ്പോഴും വരുന്നവർക്ക് എന്നാലും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നടത്തി കൊടുക്കും. അത് മാത്രം. എന്തോ ഇല്ല വേണ്ടോ ഇല്ല. ഒരു കച്ചവടക്കാരാണേലും കച്ചവടം ചെയ്യുമ്പം പന്നവരെ എല്ലാ കൂട്ടവും ഏൽപ്പിച്ച് പിന്നെ അവരുടെ ആ ഉടയക്കാരൻ എന്നാ ഉള്ളത് അത് മനസ്സിലാക്കണം. അത് ഒരു വർഷം കഴിയുമ്പം എല്ലാം അവരുടെ ആകും. പിന്നെ ഈ ആളിനൊന്നുമില്ല. അങ്ങനെ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എത്ര പേര് പൊളിഞ്ഞു പോയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. ശരിയാ. കട നിൽക്കുന്നവർ അതിൽ അടിച്ചോണ്ട് പോയി മാറ്റി. നഗരല്ലേ ഇത്? അതൊരു നാഗം നിൽക്കുന്ന എന്നാലും ചോദിച്ചാ. അവളെവിടെയാ? ആരാ? വിവീന കോളേജിൽ പഠിക്കുമല്ലേ? വിവീന കോളേജിൽ പഠിക്കുമല്ലേ? അവൾ നേഴ്സിങ്ങിന് പോയതാണോ? അവൾ നേഴ്സിങ്ങിന് പോയതാ. അതൊക്കെ ഓർമ്മയുണ്ട്. പുറത്ത് വന്നെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? ആർക്കാ? ജോലിയല്ല, പഠിച്ചോണ്ടിരിക്കുമല്ലേ? ആ, നേഴ്സിംഗ് പഠിച്ചോണ്ടിരിക്കുമല്ലേ? പഠിക്കാനുള്ള കിട്ടുള്ളായിരിക്കും. പ്രായമായിപ്പോ അപ്പൊ എന്നെ മനസ്സിലായോ? ഇതുവരെ ആയിട്ട് മനസ്സിലായില്ലേ മനുഷ്യനെ? ഈ മനുഷ്യനെ മനസ്സിലായില്ലേന്ന്? ഇതിനെ മനസ്സിലായില്ലേ? ഇരിക്കുന്നേനെ ആരാന്ന് പറഞ്ഞേ അങ്ങോട്ട്. എന്നൊന്ന് പറയ ആരാന്ന്. ആരാന്ന് പറ, പേര് പറ. അല്ലെ അമ്മയുടെ ആരെങ്കിലും ആണോന്നെങ്കിലും പറ. എന്നാ അമ്മയുടെ ആരെങ്കിലും ആണോന്ന് പറ. എലിക്കുട്ടി അമ്മയുടെ ആരെങ്കിലും ആണോ? വീട്ടുകാർ മാത്രമാണോ? വീട്ടുകാർ മാത്രമാണോ? സ്വന്തം എന്നുള്ള നിലയിൽ ആരെങ്കിലും ആണോ? സ്വന്തമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചേട്ടനിയന്മാര് മക്കളാ. ചേട്ടനിയന്മാര് മക്കൾ അങ്ങനെയാണ്. ഞാൻ
ഒക്കെ അവതക്കൊച്ചിൻ്റെ മകനല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും തിന്നും മേടിച്ചും ഒക്കെ ഞാനേ സ്നേഹത്തിൽ അവതക്കൊച്ചിൻ്റെ മകനല്ലേ? പിന്നെ എങ്ങനെയാ ചേട്ടനിയന്മാർ മക്കളാണേ? ഇന്നത്തെ കാലം ഇതൊക്കെ പറ്റും. ഇന്നത്തെ കാലമാണ് ഇതൊന്നും നടക്കുക. ഇന്നാണെങ്കിൽ ആരും ഒന്നും ചെയ്യരുത്. ചെയ്യാനൊന്നും ആർക്ക് നേരെയില്ലമ്മേ. ആകെ 1-2 പേരുണ്ട്, എല്ലാം ചാകാറായിരിക്കും. അവരെ പോലും നോക്കാൻ ആരുമില്ല. ഓരോ മക്കൾ ഓരോരോ ആവശ്യങ്ങൾ തേടി അവരവര് പോയി. ഇനി ആരെ നോക്കാനാ? ഇതിപ്പോഴവർക്ക് ആത്മന്മാരെയും സഹോദരങ്ങളെയും ഒന്നിനും നോക്കാൻ പറ്റില്ല. ഇന്ന് സമയമില്ലെന്നേ. പൈസ കൊണ്ടും ശരീരം കൊണ്ടും ഒന്നും പറ്റില്ല. എല്ലാവരും ബിസി തിരക്കിലാണ്. അന്നെന്ന് പറയുമ്പോൾ തലമുറകളോട് എത്ര പേരെ നോക്കണമായിരുന്നു. പിന്നെ ആൾക്കാരും കുറവല്ലേ, ആളുകൾ കുടുംബത്തിൽ കുറവല്ലേ. നാത്തുമാരെ കെട്ടിച്ചു വിട്ട് അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളെയും നോക്കണം. അതൊന്നും അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അമ്മ കുറെ അനുഭവിച്ചത്. അപ്പൊ അമ്മ ഇരുന്ന് പറയുന്നു. അതൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയല്ലേ. അന്ന് അതിനുള്ള സൗകര്യങ്ങൾ കുറവല്ലേ എല്ലായിടത്തും. അതുകൊണ്ടാണ് അന്നൊക്കെ കാലത്തൊക്കെ അങ്ങനെയൊക്കെയാന്നേ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവല്ലേ എല്ലായിടത്തും. നാത്തുമാരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ അല്ലേ മേ? അപ്പം ഞാൻ എലിക്കുട്ടിയുടെ മകനാ കേട്ടോ. വീട്ടിലേക്ക് പോവുക. അത് കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. വീട്ടിൽ പോയാൽ മതി. എലിക്കുട്ടി എലിക്കുട്ടിയുടെ മകനാ. എന്നാ എലിക്കുട്ടിയുടെ മകനാ ആരാ? ഞാൻ. മകനോ? ഞാറോളത്തെ ഒരു എലിക്കുട്ടിയുണ്ട്. ചിരി വെറുതെ അല്ലെന്നുള്ള ഭാവത്തിലാ. ഞാറോളത്തെ ഞങ്ങളോട് സമ്മതിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. ഞാറോളത്തെ എലിക്കുട്ടിയില്ലേ? നോക്കിയത് പിന്നെ എന്നെ പ്രസവിച്ചത് അമ്മയല്ലേ? പ്രസവിച്ചത് എലിക്കുട്ടിയല്ലേ? ഞാനിതൊന്നും ഓർക്കണില്ല കേട്ടോ. വർഷങ്ങളൊക്കെ എത്രയായി? ഒരു പ്രായം 50 വർഷമായി. എല്ലാം വിട്ടു. 50 വർഷമായി. 50 വർഷം. 50 വയസ്സുണ്ടോ? ഉണ്ടോ? എന്നെ പ്രസവിച്ചാണ് എലിക്കുട്ടി. 50 വയസ്സുണ്ടോ? അത്ര വയസ്സുണ്ടോ? പിന്നെ കണ്ടാ പറയല്ലേ, മുടിയൊന്നും ഇല്ലല്ലോ, എല്ലാം പൊഴിഞ്ഞു പോയില്ലേ. അത്രയും പ്രായമായാൽ മാത്രമുള്ള ഇപ്പം. പിന്നെ അമ്മയ്ക്ക് പ്രായം കുറവാന്ന ഈ പറഞ്ഞു വരുന്നത്. 50 വയസ്സുള്ള മകൻ. എലിക്കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? എലിക്കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? എനിക്കോ? എനിക്ക് എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു കണക്ക്. ഏകദേശം എത്ര കാണും? ഏകദേശം പിന്നെ 10-40 വയസ്സുണ്ട്. പിന്നെ 50 വയസ്സുള്ള മകനുണ്ടാവും. അത് തന്നെ. അതാണ് അമ്മയ്ക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. 50 വയസ്സൊന്നും അല്ല കേട്ടോ, അതിൽ കൂടുതലുണ്ട്. 40 വയസ്സൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. അമ്മയുടെ മൂത്ത മകൻ 60 വയസ്സുണ്ടല്ലേ? 60 വയസ്സ് കഴിഞ്ഞു. 65-65 62 രണ്ടാമത്തെ മകനുണ്ടല്ലോ, എത്ര വയസ്സുണ്ടാവും? അത് പറഞ്ഞു 60 വയസ്സുണ്ട്. 62 ഉണ്ടെങ്കിൽ 60 വയസ്സുണ്ട്. എൽസിക്ക് എത്ര വയസ്സുണ്ട്? അവള് ടോമിയുടെ 2.5 വയസ്സിന്റെ 3 വയസ്സിന്റെ അതിന്റെ അളപ്പല്ല. ഇതാണ് ഓർമ്മയില്ലാത്തത്. എൽസിയായിട്ട് 3 വയസ്സിന്റെ എളുപ്പമുണ്ടല്ലേ? ടോമിയായിട്ട് സ്കൂൾ വണ്ടി പോണോ? സ്കൂൾ വണ്ടി. അപ്പോൾ സാബു എത്ര വയസ്സ് എളുപ്പമുണ്ടോ? എൽസി സാബുവും കൂടെ എത്ര വയസ്സിൻ്റെ എളുപ്പാ? എൽസി ആയിട്ട് എത്ര വയസ്സിൻ്റെ എളുപ്പാ? സാബു എൽസിയും കൂടി എത്ര വയസ്സിൻ്റെ എളുപ്പാന്ന്? എൽസിയുടെ എൽസി ആയിട്ട് എത്ര വയസ്സിൻ്റെ എളുപ്പമുണ്ടെന്ന് ചോദിച്ചേ. എൽസി ആയിട്ട് എത്ര വയസ്സിന്റെ എളുപ്പമുണ്ട്? അത് ചോദിച്ചാൽ മനസ്സിലായില്ല. എൽസിക്ക് എത്ര വയസ്സുണ്ട്? അതൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ വയസ്സൊന്നും നമ്മൾ ഓർത്തിരിക്കുകയാണ്. ടോമി എൽസിയും കൂടെ 3-2.5 വയസ്സ്. ടോമി എൽസിയും കൂടെ 2.5 വയസ്സിന്റെ വ്യത്യാസം ഇല്ലേ? ടോമി എൽസിയും കൂടി 2.5 വയസ്സിന്റെ എളുപ്പമില്ലേ? 2 വയസ്സിന്റെ എളുപ്പമല്ലേ എൽസി ടോമിയുടെ? ടോമിയായിട്ടോ? പിന്നെ അപ്പൊ സാബുവോ? 2-3 വയസ്സിന്റെ. സാബു 3 വയസ്സ് കഴിഞ്ഞ. അപ്പൊ സാബുവോ? ഒത്തിരി ചോദിക്കുന്ന സാബുവിനൊക്കെ അതിലും കൂടുതലാണ്. അതൊക്കെ അവരൊക്കെ വലിയ ഇളയത്തങ്ങളായപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യ സുഖമല്ലായിരുന്നു. ചേട്ടന്മാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാവും.
ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ മൂത്തവർക്കും ടോമയ്ക്കും പെരുസയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അന്നത്തെ കാലം. ആരും നോക്കാനും രക്ഷിക്കാനും ചെയ്യാനും ഒന്നും ഇല്ലാനും. എന്തെല്ലാം വേണമെങ്കിലും എന്നൊക്കെ വേണമെങ്കിലും എല്ലാം മറ്റുള്ളവരും അല്ലെങ്കിൽ മേടിച്ച് കൊടുത്താൽ അതുകൊണ്ട് അപ്പനോട് വസ്ത്രം മേടിക്കാൻ പറഞ്ഞു. അപ്പം വസ്ത്രം പോലും മേടിച്ചു കൊടുത്തു. അന്ന് അധികം വസ്ത്രമൊന്നും ഇല്ലമ്മേ. അന്ന് അധികം വസ്ത്രമൊന്നും ഇല്ല. ആരും അങ്ങനെ വസ്ത്രമൊന്നും ഉടുക്കിയല്ല. ഇന്ന് മാറി ഉടുക്കുന്ന പോലെ അന്നൊന്നും ഇല്ല. അന്ന് വസ്ത്രം എന്നാലും 1, 2, 3 കാണുള്ളൂ. അങ്ങനെ മേടിച്ച് കുടിക്കലായിരുന്നു. ഓരോ ഭാഷനാണ് ചെറുതാ. അത് കൂടാതെ പറ്റിയല്ല. 2-3 മാറി മാറി കൊടുക്കാൻ വേണം. അല്ലാതെ അലക്കി പെറുക്കിയാക്കാൻ പറ്റും. പിന്നെ പള്ളിക്കൂട്ടിൽ പോകാൻ തുടങ്ങിയാൽ അതിലൊക്കെ ഇരട്ടി വേണം. അത് അലക്കി എന്നും കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ സാറന്മാർ ഓടിക്കും. അപ്പൊ ജോമോനില്ലേ? വഴക്കുണ്ടാക്കും. ജോമോൻ വഴക്കുണ്ടാക്കുവോ? സാറന്മാർ വഴക്കുണ്ടാക്കണ പിള്ളേരെ യൂണിഫോം ഇട്ടിട്ടുണ്ട് സ്കൂളിൽ നന്നായിട്ടേ. വിട്ടില്ലെങ്കിൽ അതൊക്കെ കർശനമായ റുമ്പാണ് അന്നത്തെ കാലം. ഇന്നത്തെ കാലം ഇതൊന്നുമില്ല. ആര് പറഞ്ഞു? അതിലപ്പുറം അതിലും കൂട്ടും സൂട്ടും ഇട്ടാ പിള്ളേര് പോണേ. അന്ന് ഷർട്ടും മുണ്ടും. ഒരാളുടെ കാര്യം മാത്രം വിട്ടുപോയി. ജോമോന്റെ കാര്യം പറഞ്ഞില്ല. ചോദിച്ചേ എന്തി അമ്മയ്ക്ക് വേറൊരു മകനില്ലേ? ജോമോനും കൂടെ ഇല്ലേ? ഇല്ലേ അമ്മയ്ക്കൊരു മകനുള്ളത്? അതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു കുറ്റക്കേടുമില്ല. കുരുത്തക്കേടുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അമ്മ എന്തിനാ എടുത്തു പറഞ്ഞു കുരുത്തക്കേടില്ല? പണിയെടുക്കുമ്പോ ഓൻ്റെ അടുത്ത് പോകും, മേടിക്കേണ്ട അടുത്ത് മേടിക്കുകയൊക്കെ ചെയ്യും. ആണോ? പിന്നെ അമ്മയുടെ ഇഷ്ടം ഉണ്ടോ? അമ്മയുടെ ഇഷ്ടം ഉണ്ടോ? പിന്നെ ആണോ? അവരാരോടും വൈരാക്കില്ല. ഇത് മക്കൾക്ക് ആർക്കും ഓരോരുത്തരോടും വൈരാഗ്യം വെക്കേണ്ട കാര്യമില്ല. ചോദിച്ചില്ലേ? അവരോടും അങ്ങനെയല്ലേ പെരുമാറുന്നത്. മക്കളെ കരിയാപ്പിലയുടെ വിലയില്ലാതെ തള്ളിക്കളഞ്ഞിട്ടേക്കല്ലോ. അവരെ സ്വാതന്ത്ര്യമായിട്ട് തന്നെ വളർത്തിയിരിക്കുന്നത്. അടിയും പൊട്ടും കൊടുത്തും എടുക്കാൻ മേലാത്ത ഭാരങ്ങളെല്ലാം എടുപ്പിച്ചൊന്നും ഒന്നും വളർത്തിയതല്ല ഇന്നത്തെ കാലം. ജോമോൻ എവിടെ പോയി? ജോമോൻ വല്ല ഫോറിനിലാണോ? അമ്മ ഗൾഫിലെങ്ങാനും ആണോ? ജോമോൻ എവിടെയാ ജോലി ചെയ്യുന്നേ? ജോമോനോ? ആണോ? ജോമോനോ? വണ്ടിയെല്ലാം കൂടെ പോണോ? ഒച്ചയാ. ചെറിയ ജോലിയാ ജോമോന്. ചെറിയ ചെറിയ ജോലി അല്ലേ? തീരെ ചെറുതൊന്നുമല്ല. തീരെ ചെറുതല്ല. അതൊക്കെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ. അതൊന്നും നമുക്കറിയത്തില്ല ശരിക്കൊന്നും. ജോമോൻ ഇപ്പൊ എവിടെ പോയി? ജോമോൻ ഇപ്പൊ എവിടെ പോയിരിക്കുവാ? ജോമോനോ? മുമ്പ് പുറത്താ. എവിടെ? വീടിന് പുറത്ത്. അവര് കഴിഞ്ഞ പള്ളിക്കൂടെ അവധിക്ക് വന്നു പോയതാ. എന്നിട്ട് അവിടെയായിരിക്കും. പിന്നെ വന്നില്ല. ഓസ്ട്രേലിയയിലാണോ അമ്മേ? ആ ഭാഗത്തെങ്ങാണ്ടാ. പള്ളിക്കൂടത്തിൽ പോയിട്ട് വന്നിരിക്കണ. അപ്പൊ ചെറുപ്രായത്തിലാണ് ഇപ്പൊ മനസ്സിൽ കിടക്കണത്. പുറത്ത് പള്ളിക്കൂടത്തിൽ പോയിട്ട് വന്നല്ലേ പറഞ്ഞു. ഒന്ന് പോയിരിക്കുന്നല്ലേ പറഞ്ഞു. അമ്മേ, അമ്മയുടെ മകനാ ജോമോനാ ഇരിക്കുന്നത്. അമ്മയുടെ മകൻ ജോമോനാ ഇരിക്കുന്നത് ഞാൻ. അമ്മയുടെ മകൻ ജോമോനാന്നേ ഞാൻ. ആ ഞാനോ? ഞാൻ എന്റെ മകനാണോ? ആര് പറഞ്ഞു? ഞാൻ പറയണ പ്രസവിച്ചതും വളർത്തിയതും ഒക്കെ എലിക്കുട്ടിയാ. അമ്മ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്നെ സാവിച്ചേട്ടനെ കണ്ടാലും മനസ്സിലാവില്ല. ചേച്ചീനെ കണ്ടാ എൽസി ചേച്ചീനെ കണ്ടാ മനസ്സിലാവും. പിന്നെ ഞങ്ങളൊക്കെ വന്നവരല്ലേ. പോട്ടെ, അവരെ നോക്കുകയും രക്ഷിക്കുകയും ചെയ്യണം. പിന്നെ അമ്മമാരും വല്യമ്മമാരും പിന്നെ ബന്ധത്തിൽപ്പെട്ടവരും ഒക്കെ നോക്കും അന്നത്തെ കാലം. പക്ഷെ ഞങ്ങളാന്ന് പറഞ്ഞാൽ അമ്മ അംഗീകരിക്കും. ജോമോനാന്ന് പറഞ്ഞാലും അമ്മ അംഗീകരിക്കത്തില്ല. അതെന്തായിരിക്കും? വല്യമ്മമാരെ കൊണ്ടും ഒന്നും പറ്റത്തില്ല. അമ്മേ, ഇത് ജോമോൻ.
ജോമോൻ എന്നാ ഇപ്പൊ എന്നോടാണേ ഞാൻ അത് പറഞ്ഞു കഴിയുമ്പോ സമ്മതിക്കത്തില്ല. ജോമോനാന്ന് പറയുകയത് ഇത്. അതിന് ഇതാ ജോമോൻ. അതിനെന്നാന്നേ അത് പറഞ്ഞു തരുമായിരുന്നു. അമ്മ സമ്മതിക്കുന്നില്ല. അമ്മയ്ക്ക് ഒരു ചിരിയല്ലേ, ഒരാക്കിയ ചിരി. അമ്മ ഒരാക്കിയ ചിരിയല്ലേ അത് പറയുമ്പോ, ആദ്യം ഒരുമാതിരി ആക്കിയിട്ടൊരു ചിരി. എന്നതേ പകർ അതൊക്കെ പറയാ മനസ്സിലായി എല്ലാം, പക്ഷെ അത് സമ്മതിച്ചു തരികയല്ല എന്നിട്ടാ. ആ ഞാനാരാ? നീ ചേച്ചി. നിങ്ങളൊക്കെ വരുമ്പോൾ അയലക്കാരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ അല്ലാതെ എല്ലാരും ആരാരെന്നൊക്കെ പറയാൻ പറ്റും. കൊറേ നേരമായില്ല അമ്മയ്ക്ക് അരിശം വന്നു തുടങ്ങി. പോകാം കിടക്കാൻ. വീട്ടിലോട്ട് പോവാം. ആ വീട്ടിലോട്ട് കിടക്കാൻ പോണത്. ഇത് തിണ്ണ വന്നിരിക്കുക. തിണ്ണാല ഇപ്പൊ ഇരിക്കുന്നത്. ആരാ? അമ്മ, ഞാനും ജോമോനും പിന്നെ ഇരിക്കുവല്ലേ ഇങ്ങനെ നോക്കി കാഴ്ചയെ കണ്ട്. കിടക്കാൻ പോവാം. ഇനി കിടക്കാൻ പോവാ. എത്ര നേരം വായിട്ടടച്ചില്ലേ? ഞാനും തിന്നാൻ കിടക്കണ്ട. തിണ്ണി കിടക്കണ്ട, പെരക്കകത്ത് പോയി കിടക്കാം. ഞാൻ വരയ്ക്കാം. ആ പെരക്കകത്ത് വാ. തന്നാലും കിടക്കാൻ പോലെയാ. തിണ്ണാലും കിടക്കണ്ട. എന്നെ ഇച്ചിരി നേരം തിന്നാ വൈകുന്നേരം നേരം ഇവിടെ ഇരിക്കാൻ തന്നെ വന്നു വിളിക്കും. ഇവിടെ ഒന്നും ഇരിക്കണ്ടെങ്കിൽ പോകാം. വച്ചതിന്റെ വരവൊക്കെ കുറച്ചേത്ത് കിടക്കാൻ പറ്റും. തിണ്ണയില്. ആ ഏറ്റു വാ പോവാ. മടുത്തോ? ശരി, ഇരുന്ന് എടുക്കത്തില്ല. നടുവിനെല്ലാം വേദന. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ്. പ്രായമൊക്കെ ഇത്ര ആയില്ലേ? പ്രായമൊക്കെ ആയില്ലേ? ആ അതിന്റെയൊക്കെയാ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.